ഏറ്റുവാങ്ങിയിട്ടുണ്ട്. നിഷ, അത് പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങളുടെയൊക്കെ ദില്ലിയിലെ ലേഖകന്മാർ ഈ വടക്കേ ഇന്ത്യയിലൊക്കെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ പോയ പല ലേഖകന്മാരെ നൽകിയിട്ടുള്ള തെറ്റായിട്ടുള്ള വിവരങ്ങൾ കേരളത്തിൽ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു, ബീഹാറിലൊക്കെ ലാലു പ്രസാദ് യാദവിന്റെ വലിയ മുന്നേറ്റമാണെന്നാണ് മനോരമ കേരളത്തിലെ എല്ലാ മലയാളം ടെലിവിഷൻ ചാനലുകളുടെയും ലേഖകന്മാർ പറഞ്ഞത്. ഒരു സീറ്റും അവിടെ ലാലു പ്രസാദ് യാദവിന് കിട്ടിയിട്ടില്ല. ഉത്തർപ്രദേശിൽ മുലായം സിംഗ് യാദവ് തിരിച്ചു വരികയാണ്. ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയുടെ തരംഗമാണ്. മഹാരാഷ്ട്രയിൽ NCP കോൺഗ്രസ് സഖ്യം തൂത്തുവാരുകയാണ്. രാജസ്ഥാനിൽ BJPക്ക് തിരിച്ചടി ഉണ്ടാവും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ കോൺഗ്രസ് ഒപ്പത്തിനൊപ്പം എത്തും. എല്ലാവരും ഇത്തരത്തിലുള്ള വ്യാജ റിപ്പോർട്ടുകളാണ്. വളരെ ബയസ്ഡ് ആയിട്ട് BJPയെ വിരോധം തീർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അത് കേരളത്തിലെ ജനങ്ങൾ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ നടത്തുന്നത് സദാചാരം. പക്ഷേ ശ്രീ കെ സുരേന്ദ്രൻ, ഞാൻ അവിടെ ഇടപെട്ട് ചോദിക്കുകയാണ്. BJPക്കെതിരായ വാർത്തകൾ, നരേന്ദ്രമോദിക്കെതിരായ വാർത്തകൾ വന്നിരുന്നു. അത് ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വന്നിരുന്നു. എന്നിട്ടും എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ മോദി തരംഗം വലിയ തോതിലുണ്ടായി. എന്തേ ആ കാറ്റ് അപ്പോഴും കേരളത്തിൽ മാത്രം വീശിയില്ല എന്നുള്ളതാണ് ചോദ്യം. അവിടെ നിങ്ങളുടെ സംസ്ഥാന തലത്തിലുള്ള സംഘടനാപരമായ പരാജയമല്ലേ അത്? അല്ലല്ല, അത് സംഘടനാപരമായ പരാജയമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ വിലയിരുത്താൻ കഴിയുന്നത്? കഴിഞ്ഞ തവണ 10 ലക്ഷം വോട്ട് കിട്ടിയ ഒരു പാർട്ടിക്ക് ഇത്തവണ 20 ലക്ഷം വോട്ട് കിട്ടിയാൽ അത് ഞങ്ങളുടെ പരാജയമാണോ? പിന്നെ തിരുവനന്തപുരത്തെ ഫലം മാധ്യമപ്രവർത്തകർ വിശദമായിട്ട് പരിശോധിക്കണം. LDFന് 3 ലക്ഷം വോട്ട് ഞങ്ങളുടെ ബാങ്കിലുണ്ട്, ഞങ്ങളുടെ റിസർവ് ചെയ്ത പോലെ ഉണ്ട് എന്നാണ് M വിജയകുമാറും പന്ന്യൻ രവീന്ദ്രനും എല്ലാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞത്. ഇപ്പൊ എത്രയാണ് ബെനറ്റ് എബ്രഹാമിന് കിട്ടിയ വോട്ട്? LDFിൽ നിന്ന് വലിയ തോതിൽ, പ്രത്യേകിച്ച് അവരുടെ മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ, അത് പൂന്തുറയിലായാലും അതുപോലെ മതന്യൂനപക്ഷങ്ങൾ CPM വലിയ സെക്കുലർ പാർട്ടി എന്നാണല്ലോ പറയുന്നത്, CPI വലിയ സെക്കുലർ പാർട്ടി എന്നാണല്ലോ പറയുന്നത്. ആ പാർട്ടിയുടെ സെക്കുലറിസം വലിയ തോതിൽ പ്രസംഗിക്കുന്ന പാർട്ടിയുടെ മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരെല്ലാവരും ശ്രീ രാജഗോപാലിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ശശി തരൂരിനാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വിശദമായിട്ട് വിലയിരുത്തണം. BJPയുടെ പരാജയമായിട്ട് അതിനെ കാണാൻ കഴിയില്ല. BJPക്ക് ചരിത്രത്തിൽ ഏറ്റവും വലിയ വോട്ടാണ്. 2,90,000 വോട്ട് ഒറ്റക്ക് മത്സരിക്കുന്ന ഒരു പാർട്ടി. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് പല മണ്ഡലങ്ങളിലും ഒറ്റക്ക് മത്സരിച്ചാൽ എത്ര വോട്ട് കിട്ടും? മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും ചുമലിൽ നിന്നുകൊണ്ടാണ് അവർക്ക് ഇത്രയും വോട്ട് കിട്ടിയിരിക്കുന്നത്. BJPയെ നിങ്ങൾ ചെറുതാക്കി കാണിക്കരുത്. കേരളത്തിൽ 20 ലക്ഷം വോട്ട് ഒരൊറ്റ പാർട്ടി, ഒരു മുന്നണിയുമില്ലാതെ ഒറ്റക്ക് മത്സരം ഞങ്ങൾ നേടി എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഞാൻ തിരിച്ചെത്താം ശ്രീ കെ സുരേന്ദ്രൻ. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ പന്തളം സുധാകരൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ പന്തളം സുധാകരൻ, 2 കാര്യങ്ങൾ. ഒന്ന്,